ഹായ്, നമുക്ക് സിലബസ് പോർഷനിലെ വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് മോണിറ്ററി പോളിസിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അതിൽ മോണിറ്ററി പോളിസിയുടെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. എക്സാം പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കുകയാണെങ്കിൽ റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സൊക്കെ വളരെ നല്ല രീതിയിലേക്ക് അവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പല സമയങ്ങളിലും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വളരെ എക്സാം പെർസ്പെക്റ്റീവിലെ പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്ക് 2016 ഈ പറഞ്ഞിരിക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി ഇന്ത്യയിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി വരുന്നതിന് മുമ്പ് റിപ്പോ റേറ്റ് പോലുള്ള പ്രധാനപ്പെട്ട ഷോർട്ട് ടൈം പോളിസി ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള റിപ്പോ റേറ്റ് അത് കൂട്ടണോ കുറയ്ക്കണോ ഈ ഒരു ഡിസിഷൻ എടുത്തിരുന്നത് RBI ഗവർണർ മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വ്യക്തിയുടെ ഡിസിഷനായിരുന്നു പോളിസി റേറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു 6 മെമ്പേഴ്സിൻ്റെ കമ്മിറ്റിയാണ് തീരുമാനിക്കപ്പെടുന്നത്. അവിടെ 6 മെമ്പേഴ്സിൻ്റെ കമ്മിറ്റി ഉണ്ട്. അതായത് 3 ഫ്രം ദി RBI ആണ്, 3 എക്സ്റ്റേണൽ ആണ്. അങ്ങനെ മൊത്തത്തിൽ 6 പേര് ചേർന്നൊരു കമ്മിറ്റിയാണ് എക്കോണമിയുടെ ഗിവൺ ഡാറ്റ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം ഫണ്ടമെൻ്റൽസ് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം റിപ്പോ റേറ്റ് എന്ത് ചെയ്യണം. ദ മേജർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണല്ലോ നമ്മുടെ എക്കോണമിയുടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അത് കൂട്ടണോ കുറയ്ക്കണോ. ആൻഡ് ദെൻ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് അതിന് നമ്മൾ കറക്റ്റായിട്ട് റൂള് വെക്കുന്നു. ആൻഡ് ദെൻ 4% ആണ്. ആൻഡ് ദെൻ അവിടെ ഒരു ബാൻഡ് കൊണ്ടിരുന്നു +2-ൻ്റെയും -2-ൻ്റെയും മാക്സിമം 6% വരെ അഫോർഡബിൾ ആണ്. ആൻഡ് ദെൻ താഴേക്ക് വരാൻ 2% വരെ നമുക്ക് വരാൻ പാടുള്ള ഇൻഫ്ലേഷൻ. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫ്ലേഷൻ ആവും, അത് റിസഷന് കാരണമാവും. അങ്ങനെ ഇത്തരത്തിൽ വളരെ ഒതൻറ്റിക്കായിട്ട് 6 പേര് ചേർന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നു. അവിടെ വോട്ടിംഗ് ആണ്. ഇപ്പോൾ റിപ്പോ റേറ്റ് കൂട്ടണം എന്നൊരു കാര്യത്തിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ എക്കോണമിയുടെ ഫണ്ടമെൻ്റൽസ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. ഓക്കെ, മണി സപ്ലൈ വളരെയധികം കൂടുതലാണ് എക്കോണമിയിൽ. ആൻഡ് ദെൻ ഇൻഫ്ലേഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ. ആൻഡ് ദെൻ അതുപോലെ തന്നെ നമ്മൾ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഗ്രോത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യും, അനലൈസ് ചെയ്യും, അസസ്മെൻ്റ് എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ മെമ്പേഴ്സും അവരുടെ വോട്ട് കാസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ തന്നെ 6 മെമ്പേഴ്സിൽ 4 മെമ്പേഴ്സും പറയുന്നു റിപ്പോ റേറ്റ് ഒന്ന് കൂട്ടണം, അതാണ് നല്ലത്. കാരണം ഇൻഫ്ലേഷൻ പ്രഷറൊക്കെ എക്കോണമിയിൽ ഉണ്ട് ഒരു ഡിസിഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ 4-ന് അഗെയിൻസ്റ്റ് ആയിട്ട് 2 വോട്ട് അവിടെ വന്നു കഴിഞ്ഞാലും മജോറിറ്റി വരുന്നുണ്ട് 6 മെമ്പേഴ്സ് അല്ലേ, അപ്പോൾ കൂട്ടാം എന്നൊരു ഡിസിഷനിലേക്ക് അതോടെ എത്തും എന്നുള്ളതാണ്. നേരെ തിരിച്ച് അതേപോലെ തന്നെ കുറയ്ക്കണോ. അപ്പോൾ എന്താണ് മോണിറ്ററി പോളിസി സ്റ്റാൻസ്, അത് തീരുമാനിക്കപ്പെടുന്നത് എന്താണ്. ദാറ്റ്സ് എ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി വഴിയാണ് മോണിറ്ററി പോളിസി സ്റ്റാൻസ് തീരുമാനിക്കപ്പെടുന്നത്. അതൊരു എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ആയിരിക്കണോ, അക്കോമഡേറ്റീവ് ആൻഡ് ദ ന്യൂട്രൽ മോണിറ്ററി പോളിസി ആയിരിക്കണോ, അതേപോലെ തന്നെ ഒരു കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി ആയിരിക്കണം, ടൈറ്റനിങ്. ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്ന പോയിന്റ് എന്ന് പറയുന്നത് കളക്റ്റീവ്ലിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിം വർക്ക്, അതിനെയാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. മോണിറ്ററി പോളിസി എന്ന പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പറയുമ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻസ്, അതാണ് മോണിറ്ററി പോളിസി നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ എന്നുള്ളതാണ്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഫോർമാറ്റാണ്. സോ നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യങ്ങൾ. മോണിറ്ററി പോളിസി കമ്മിറ്റി ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെസ്പോൺസിബിൾ ഫോർ ഫോർമുലേറ്റിംഗ് മോണിറ്ററി പോളിസി ആൻഡ് പ്രൈമർലി ഡിസൈഡിംഗ് ദി പോളിസി റിപ്പോ റേറ്റ് ആൻഡ് ദെൻ with the objective of maintaining price stability while supporting growth. That's it. മോണിറ്ററി പോളിസിക്ക് ബേസിക്കലി 4 ഒബ്ജക്റ്റീവാണുള്ളത്. ഏതൊക്കെയാണുള്ളത്? പ്രൈസ് സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് അൾട്ടിമേറ്റ്ലി എക്കണോമിക് ഗ്രോത്ത്. ഇങ്ങനെ 4 ഒബ്ജക്റ്റീവ്സാണ് നമുക്കുള്ളത്. ഒന്ന് റിവൈസ് ചെയ്ത് ഏതൊക്കെയാണ്? പ്രൈസ് സ്റ്റെബിലിറ്റി, നീദർ ഇൻഫ്ലേഷൻ നോർ ഡിഫ്ലേഷൻ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന RBIയുടെ റെഗുലേഷനിൽ വളരെ സ്റ്റേബിൾ ആയിട്ടാണ്. അവിടെ ഫണ്ടമെൻ്റൽ മിസ്മാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നീദർ അപ്രീസിയേഷൻ നോ ഡിപ്രീസിയേഷൻ എന്ന് നമ്മൾ വരുന്ന സിറ്റുവേഷനുള്ള എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. ആൻഡ് ദെൻ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ്, സ്ട്രോങ് ആൻഡ് ദെൻ ഒരു സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് എക്കോണമിയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി, പ്രൈസ് സ്റ്റെബിലിറ്റി, അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഇവിടുത്തെ മോണിറ്ററി പോളിസിയുടെ പല ഒബ്ജക്റ്റീവ്സ് നമ്മൾ എടുക്കുമ്പോൾ അത് കോൺട്രഡിക്റ്ററി ഇൻ നേച്ചറാണ് പലപ്പോഴും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്കണോമിക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി മണി സപ്ലൈ. ഇനഫ് മണി സപ്ലൈ ഉണ്ടെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ മണി സപ്ലൈ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും?
ഇൻഫ്ലേഷൻ ആണ് മാറും. നമുക്കറിയാം തേർഡ് റീസൺ ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സസ് മണി സപ്ലൈ ആണ്. നേരെ തിരിഞ്ഞ് മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫ്ലേഷൻ ആയിട്ട് മാറി റിസഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എക്കോണമിയിൽ മണി സപ്ലൈ എന്ന് പറയുന്നത് എപ്പോഴും ഓപ്റ്റിമം ആയിരിക്കണം. അതാണ് ഈ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. മണി സപ്ലൈ കൂടിയാൽ ഇൻഫ്ലേഷൻ ആവും. ആൻഡ് ഇൻഫ്ലേഷൻ വിച്ച് ഇസ് അബോവ് 6% ഇസ് ഇനിമിക്കൽ ടു എക്കണോമിക് ഗ്രോത്ത് ആണ് ബേസിക്കലി ഇന്ത്യയിൽ. ഓക്കെ, 4% മുകളിലേക്ക് തന്നാൽ തന്നെ നമ്മളെ സംബന്ധിച്ചത് പ്രശ്നമാണ്. 4 ആണ് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ബാൻഡിലാണ് നമ്മൾ 6 അവിടെ അനുവദിക്കുന്നത്, +2 നമുക്ക് അവിടെ വരുന്നതുകൊണ്ട് തന്നെ. അപ്പം അബോവ് 4% ഇൻഫ്ലേഷൻ വന്നാൽ തന്നെ ഇനിമിക്കൽ ഗ്രോത്ത് ആണ്. എന്നാൽ 2% താഴേക്ക് പോയി കഴിഞ്ഞാലോ അത് ഡിഫ്ലേഷനും റിസഷനും കാരണം. അപ്പോൾ എന്താണ്? മണി സപ്ലൈ വേണം, എന്നാൽ അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ ഈ ഓപ്റ്റിമം മണി സപ്ലൈ എങ്ങനെ എക്കോണമിയിൽ നിലനിർത്താം? അതിന് നമ്മൾ LAF ആണ് ഉപയോഗിക്കുന്നത്, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. അവിടെ LAF കോറിഡോർ ഉണ്ട്. അപ്പോൾ LAF കോറിഡോറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഷോർട്ട് ടൈം പോളിസി ഇൻഡിക്കേറ്റ് ആയിട്ടുള്ള റിപ്പോ റേറ്റ്. അപ്പോൾ ഈ റിപ്പോ റേറ്റ് ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ RBIയുടെ മേജർ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെബിലിറ്റി എക്കോണമിയിൽ ഉണ്ടായിരിക്കുക, അറ്റ് ദ സെയിം ടൈം അൾട്ടിമേറ്റ്ലി എക്കോണമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കും വേണം. അതാണ് അവിടെ പറയുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് മെയിൻറ്റെയിനിങ് പ്രൈസ് സ്റ്റെബിലിറ്റി. ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. അതിൻ്റെ കൂടെ എന്താണ്? എന്നാൽ ഗ്രോത്ത് ഉണ്ടെന്ന് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് എക്കോണമിയിൽ ഗ്രോത്ത് ആണ് മേജറായിട്ട് നമുക്കവിടെ വേണ്ടത്. അത് ഉറപ്പ് വരുത്തുകയും വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഇല്ലാതെ ഇനഫ് മണി സപ്ലൈ, ഓപ്റ്റിമൽ മണി സപ്ലൈ എക്കോണമിയിലേക്ക് കൊണ്ടുവന്ന് അത് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഫിനാൻസ് ആക്ട് വഴിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഫിനാൻസ് ആക്ട് 2016 വഴിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1934 നിങ്ങൾക്ക് അറിയായിരിക്കും. സോ അതിനെ നമ്മൾ അമെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെ അമെൻഡ് ചെയ്തിട്ട് ഫിനാൻസ് ആക്ട് 2016 വഴിയാണ് ഈ പറഞ്ഞിരിക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആക്ട് ഓഫ് പാർലമെന്റ് വഴി നിലവിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമ്മൾ ഈ ഫിനാൻസ് കമ്മീഷനൊക്കെ പറയില്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നമ്മൾ പറയും ഫിനാൻസ് കമ്മീഷൻ. പക്ഷേ ഇവിടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. പക്ഷേ എന്തുമാത്രമാണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം ആക്ട് ഓഫ് പാർലമെന്റ് വഴി നിലവിൽ വരുന്ന ഏതും എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഫിനാൻസ് കമ്മീഷൻ ആക്ട് ഓഫ് പാർലമെന്റ് വഴി നിലവിൽ വന്നതാണ്. അതേപോലെ തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഓക്കെ, അതായത് ഫിനാൻസ് ആക്ട് ഓഫ് 2016 വഴിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏതാണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന രീതിയിലേക്ക് നമുക്കത് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആശയം അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ ഇന്ത്യൻ എക്കോണമിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 2016 മുതലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു എവല്യൂഷൻ, ഒരു ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് 2016 അല്ല. അതിന് മുമ്പ് മോണിറ്ററി പോളിസിയിൽ റിപ്പോ റേറ്റ് ഒക്കെ തീരുമാനിക്കപ്പെടുന്നത് ഒരു വ്യക്തി ആയിരിക്കാൻ പാടില്ല. അതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് പല കമ്മിറ്റീസും ഇതിന് മുമ്പും എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രോണോളജിക്കൽ ഓർഡർ നോക്കിയാലോ, ആരൊക്കെയാണ് ഇതിന് മുമ്പ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ള ആൾക്കാർ നമുക്കൊന്ന് നോക്കാം. ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് തന്നെ 2002 അന്നത്തെ നമുക്കറിയാമല്ലോ, ഒരു സമയത്ത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ടുണ്ടായിരുന്ന ആളാണ് YV റെഡ്ഡി എന്ന് പറയുന്നത്. അപ്പം YV റെഡ്ഡി കമ്മിറ്റി 2002 തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഒരു ഫോർമൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഫോർമൽ സജഷൻ തന്നെ റിക്വയർമെൻറ്റ് ഓഫ് ദി മോണിറ്ററി പോളിസി കമ്മിറ്റിയെക്കുറിച്ച് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ആരാണ്? YV റെഡ്ഡി എന്നുള്ളതാണ്. ആൻഡ് ഹൈലൈറ്റഡ് ദ നീഡ് ഫോർ എ ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ആൻഡ് കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ദ മോണിറ്ററി പോളിസി. അതാണ് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ അതിനൊരു ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ അതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്കൊരു കമ്മിറ്റി ബേസ്ഡ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നൊരു സജഷൻ ആദ്യമായിട്ട് ഫോർമലി അവതരിപ്പിക്കുന്ന ആരാണ്? 2002 YV റെഡ്ഡി ആണെന്നുള്ളതാണ്. പോയിന്റ് നോട്ട് ചെയ്തോണേ. ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ വളരെ കോമൺ അല്ലേ. ആൻഡ് ദെൻ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് 2006 ഇതിൻ്റെ അടുത്തൊരു ഫോളോ അപ്പ് വരുന്നത് എന്നുള്ളതാണ്. ഏത് കമ്മിറ്റിയാണ്? താരാപൂർ കമ്മിറ്റി എന്നുള്ളതാണ്. ഓക്കെ, 2006 റെക്കമെൻഡഡ് ദ ക്രിയേഷൻ ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് മോണിറ്ററി പോളിസി മോഡൽ. ഓക്കെ, ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് ആണ്. അതായത് ഈ പറയുന്ന മോണിറ്ററി പോളിസി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് ഓഫ് എനി ഇൻഫ്ലുവൻസ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരാൾ പറയുമ്പോൾ അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ ഇൻറ്റേർണൽ മെമ്പേഴ്സും എക്സ്റ്റേണൽ മെമ്പേഴ്സും ഉണ്ടാകുമ്പോൾ ഒരു പരിധിവരെ അത് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്, ട്രാൻസ്പെറൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ അതാണ് ഒരു റൂൾ ബേസ്ഡ്, സ്ട്രെസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എ റൂൾ ബേസ്ഡ് മോണിറ്ററി പോളിസി എന്നൊരു സജഷനാണ് താരാപൂർ കമ്മിറ്റി അന്ന് സജഷനായിട്ട് പറയുന്നത്. പക്ഷേ എക്സിക്യൂട്ട് ചെയ്തില്ല കേട്ടോ. YV റെഡ്ഡി 2002 പറഞ്ഞാണെങ്കിലും താരാപൂർ കമ്മിറ്റി പറയുന്നതാണെങ്കിലും ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഫോർമുലേഷനൊക്കെ ഒന്നും എന്ത് ചെയ്തില്ല, ലീഡ് ചെയ്തില്ല. പക്ഷേ അതിനൊരു ആവശ്യകത ഉണ്ട് എന്നുള്ളത് സജസ്റ്റ് ചെയ്യുന്നു ഇവരെന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഈ ആശയം വീണ്ടും മുന്നോട്ട് വെക്കുന്നത് പേഴ്സി കമ്മിറ്റിയാണ് 2007 എന്നുള്ളതാണ്. ഓക്കെ, സജസ്റ്റഡ് ഫോമിംഗ്
മോണിറ്ററി പോളിസി കമ്മിറ്റി വിത്ത് എക്സ്റ്റേണൽ മെമ്പേഴ്സ് ടു എൻഹാൻസ് ദ ക്രെഡിബിലിറ്റി. അതാണ്. അപ്പോൾ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ RBIയുടെ മെമ്പേഴ്സ്, ഇന്റേണൽ മെമ്പേഴ്സ് മാത്രമുള്ള ഒരു ഫോംസിൽ നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിബിലിറ്റി അത് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അവിടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന പോസിബിലിറ്റീസ് ഇല്ല. അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വളരെ നല്ല രീതിയിലേക്കുള്ള നോളജൊക്കെ ഉള്ള എക്കോണമിസ്റ്റുകൾ, കുറച്ചുകൂടെ അഡാപ്റ്റ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കുന്ന, അതല്ലെങ്കിൽ അതിനുള്ള പ്രാവീണ്യമുള്ള സ്കിൽസുള്ള ഈ പറഞ്ഞ രീതിയിലേക്കുള്ള എക്സ്പേർട്സ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ മെമ്പേഴ്സായിട്ട് മോണിറ്ററി പോളിസിൻ്റെ ക്രെഡിബിലിറ്റി കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായിരുന്നു ഈ പറഞ്ഞ രീതിയിലേക്ക് പേഴ്സി കമ്മിറ്റിയുടെ ഒരു സജഷൻ എന്ന് പറയുന്നത്. പ്രൊമോട്ടഡ് എ ട്രാൻസ്പെറൻറ്റ് ഇൻഫ്ലേഷൻ ഫോക്കസ്ഡ് ഫ്രെയിം വർക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ് തന്നെയാണ് മോണിറ്ററി പോളിസിൻ്റെ അന്നും ഇന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനൊരു കമ്മിറ്റി ബേസ്ഡ് ഫോംസിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരുന്ന പറഞ്ഞ സജഷൻ മൂന്നാമതായിട്ട് അവതരിപ്പിക്കുന്ന ആരാണ്? പേഴ്സി കമ്മിറ്റി ആയിരുന്നു. ആൻഡ് ദെൻ ഇവിടെ കൊണ്ടും തീർന്നില്ല. നാലാമത് റിഗ്ര രാജൻ. ഏത് വർഷമാണ്? 2009 എന്നുള്ളതാണ്. സ്ട്രോങ്ലി അഡ്വക്കേറ്റഡ് മോണിറ്ററി പോളിസി കമ്മിറ്റി വിത്ത് മജോറിറ്റി എക്സ്റ്റേണൽ മെമ്പേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമുക്കിപ്പോൾ ഉള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി എടുക്കുകയാണെങ്കിൽ എത്ര മെമ്പേഴ്സാണ്? ഞാൻ ആദ്യം പറഞ്ഞാണല്ലോ 6 മെമ്പേഴ്സ്, 3 ഫ്രം RBI, 3 ഫ്രം എക്സ്റ്റേണൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 3:3 ആണ്. 3 ഫ്രം RBI, 3 എക്സ്റ്റേണൽ എന്നുള്ളതാണ്. ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ സജഷൻ എന്ന് പറയുന്നത് മജോറിറ്റിയും എക്സ്റ്റേണൽ മെമ്പേഴ്സ് വരികയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മോണിറ്ററി പോളിസി വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാര്യങ്ങളെ കുറച്ചുകൂടെ റിലയബിളായിട്ട് അതിനെ എന്താ പറഞ്ഞിരിക്കുന്നത് അവതരിപ്പിക്കാനുള്ളൊരു സാധ്യതകൾ അവിടെയുണ്ട്. അത് കുറച്ചുകൂടെ റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ നടത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എക്സ്പേർട്സുകളൊക്കെ മജോറിറ്റി വരുവാണെങ്കിൽ എന്നൊരു സജഷനാണ് ആര് വെച്ചിരുന്നത്? റിഗ്ര രാജൻ വെച്ചിരുന്നത് 2009 ക്രോണോളജിക്കലി നമ്മൾ എടുത്ത് നോക്കിയതിനും. ഇതും എക്സിക്യൂട്ട് ചെയ്തില്ല കേട്ടോ. പിന്നീട് അഞ്ചാമതായിട്ട് ഇതേ ഒരു റെക്കമെൻഡേഷൻ വരുന്നത് 2013 ഊർജിത് പട്ടേൽ കമ്മിറ്റി. പോയിന്റ് നോട്ട് ചെയ്തോളാം. ഇന്ന് നമ്മൾ കാണുന്ന 2016 മുതൽ ഓപ്പറേഷണൽ ആക്റ്റീവായിട്ടിരിക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി എങ്ങനെ ഇന്ത്യയിൽ നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ അത് ഏതിൻ്റെ റിസൾട്ടാണ്? ഊർജിത് പട്ടേൽ കമ്മിറ്റി 2013 ആ റെക്കമെൻഡേഷൻ്റെ റിസൾട്ടാണെന്നുള്ളതാണ്. എക്സ്പെർട്ട് കമ്മിറ്റി ടു റിവേഴ്സ് ആൻഡ് സ്ട്രെങ്തൻ ദി മോണിറ്ററി പോളിസി ഫ്രെയിം വർക്ക്. ആ ഊർജിത് പട്ടേൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏതാണ്? മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. അതായത് ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എമർജൻസിന് കാരണമായ തന്നെ ഏത് കമ്മിറ്റിയാണ്? ഊർജിത് പട്ടേൽ കമ്മിറ്റിയാണ് 2013 എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ നമുക്കറിയാം ഈ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഫോർമൽ അഡോപ്ഷൻ ഓഫ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഉണ്ട്. യെസ്, ഇപ്പോൾ നമ്മൾ കാണുന്ന മോണിറ്ററി പോളിസി നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് 4% ആണ്. +2-ൻ്റെയും -2-ൻ്റെയും ഡീവിയേഷൻ അവൈലബിൾ ആണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ടായിരിക്കണം അവിടെ. യെസ്, 6 മെമ്പേഴ്സിൻ്റെ ഒരു കമ്മിറ്റി ഇപ്പോൾ നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ടാർഗറ്റ് വളരെ ക്ലിയർ ആണ്. 4% ആണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 to 6 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 -2-ൻ്റെ ഡീവിയേഷൻ വന്നേക്കാം. അതായത് മാക്സിമം 6% വരെ ഇൻഫ്ലേഷൻ നമ്മൾ അഫോർഡ് ചെയ്യാൻ തയ്യാറാകും. 6 മാക്സിമം അപ്പർ ടോളറൻസ് ലെവലാണ് ഇൻഫ്ലേഷൻ എന്നുള്ളത്. ആൻഡ് ദെൻ അത് പുറകോട്ട് പോകണമെങ്കിൽ 2% വരെ മാത്രമേ കുറയാൻ പാടുള്ളൂ. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫ്ലേഷൻ ആൻഡ് റിസഷൻ വരാനുള്ള പോസിബിലിറ്റീസ് നമുക്കവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് പിന്നീട് 2016 ഫിനാൻസ് ആക്റ്റായിട്ട് നിലവിൽ വരുന്നതും. ആൻഡ് ദെൻ ദ ഫോർമുലേഷൻ ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നതും ഏതാണ്? ഊർജിത് പട്ടേൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് നിലവിലുള്ള 2016 മുതൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി അത് നിലവിൽ വന്നിരിക്കുന്നത് ഏത് കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമാണ്? ഊർജിത് പട്ടേൽ കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ഓർത്തിരുന്നോണം, പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിവിഷനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ക്രോണോളജി ഓർക്കുക. ആദ്യമായിട്ട് ഈ സജഷൻ പറയുന്ന വൈവ് റെഡ്ഡിയാണ് 2002, പിന്നീട് താരാപൂർ കമ്മിറ്റിയാണ് 2006, പിന്നീട് പേഴ്സി കമ്മിറ്റിയാണ് 2007, ആൻഡ് ദെൻ റിഗ്ര രാജനാണ് ഫോളോഡ് ബൈ വരുന്നത് 2009, ആൻഡ് ദെൻ 2013 ഊർജിത് പട്ടേൽ കമ്മിറ്റി റെക്കമെൻഡേഷൻ വരുന്നത്. സ്ട്രെങ്തനിങ് ഓഫ് മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസും കാര്യങ്ങളെല്ലാം വരികയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് അപ്രൂവ് ചെയ്യും. ആൻഡ് ദെൻ പ്രാക്ടിക്കലി നമ്മൾ മോണിറ്ററി പോളിസി കമ്മിറ്റി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന് ശേഷമാണെന്ന കാര്യം കറക്റ്റായിട്ട് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എടുത്ത് നോക്കി. മോണിറ്ററി പോളിസി കമ്മിറ്റി ഇസ് എ 6-member സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്? 6 മെമ്പേഴ്സ്. നമുക്ക് കാണാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് അടക്കം നമുക്കത് പഠിച്ചു പോകേണ്ടത് നമുക്കവിടെ ഉണ്ട് എന്നുള്ളതാണ്. ദേ ആർ റെസ്പോൺസിബിൾ ഓഫ് ഫിക്സിംഗ് ദി റിപ്പോ റേറ്റ്. ഇപ്പോൾ റിപ്പോ റേറ്റ് തീരുമാനിക്കുന്നതാണ് അവരുടെ മേജർ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഓട്ടോണമസ് സ്റ്റാറ്റസുള്ള ഇൻഡിപെൻഡൻ്റ്ലി വേരി ചെയ്യുന്ന ഒരേ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? റിപ്പോ റേറ്റ് ആണെന്നുള്ളത്. റിപ്പോ റേറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മോണിറ്ററി പോളിസി കോഡ് ഓർഡറിൽ MSF ഓട്ടോമാറ്റിക്കലി ഡിക്ലെയർ ചെയ്യപ്പെടും. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ പറഞ്ഞ
SDF സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റിയും ഓട്ടോമാറ്റിക്കലി വരും. റിപ്പോ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും 0.25% കൂടുതലായിരിക്കും. 25 ബേസിസ് പോയിന്റ്സ് കൂടുതലായിരിക്കും MSF, 25 ബേസിസ് പോയിന്റ്സ് കുറവായിരിക്കും അത് സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ മേജർ ബെഞ്ച് മാർക്കായിട്ടുള്ള ഷോർട്ട് ടൈം പോളിസി ഇൻഡിക്കേറ്റർ എന്നറിയപ്പെടുന്ന റിപ്പോ റേറ്റ് എന്തായിരിക്കണം, അത് എക്കോണമിയുടെ ഫണ്ടമെന്റൽസിനനുസരിച്ച് എന്താണ് റിക്വയർമെന്റ്, മണി സപ്ലൈ കൂടുതലാണോ, ഇൻഫ്ലേഷൻ ഉണ്ടോ, ഗ്രോത്ത് എന്താണ്, എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ് എക്കോണമിയിലുള്ളത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചതിന് ശേഷമാണ് നമ്മൾ എങ്ങോട്ട് നമ്മൾ വരേണ്ടത്, മോണിറ്ററി പോളിസിയിൽ റേറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊരു ഡിസിഷനിലേക്ക് നമ്മൾ വരേണ്ടത്. ആ ഒരു ജോബാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ആക്ട് ഏതാണ്? RBI ആക്ട് ഓഫ് 1934 വിച്ച് വാസ് അമെൻഡ് ഇൻ 2016 ആണ്. ഓക്കെ, 2016 ആണ്. ഓക്കെ, സോ അപ്പോൾ ഫിനാൻസ് ആക്ട് ഓഫ് 2016 വഴിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി നിലവിൽ വന്നിരിക്കുന്നത്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഏതാണ് സെക്ഷൻ 45CB ആണ്. സെക്ഷൻ 45CB ഓഫ് RBI ആക്ട് ഫിനാൻസ് ആക്ട് ഓഫ് 2016 വഴിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒരു ഇൻഫ്ലേഷൻ പോളിസിക്ക് എടുത്ത് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആണ്. ഫിറ്റ് എന്ന് പറയും. ഫിറ്റ് എന്താ ഫിറ്റ്? ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. എന്താണ്? 4% ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടാർഗറ്റ് ഓക്കെ, പക്ഷേ അത് ഫ്ലെക്സിബിൾ ആണ്. ബാൻഡ് ഉണ്ട്. +2 -2 ഡീവിയേഷൻ അലൗഡ് ആണ്. മാക്സിമം 6% വരെ ഇൻഫ്ലേഷൻ അഫോർഡബിൾ ആണ് നമുക്ക്. അതുപോലെ താഴേക്ക് പോകണമെങ്കിൽ 2% വരെ, 2ന് താഴേക്ക് പോയി ഡിഫ്ലേഷൻ വരെ. അപ്പോൾ 2 to 6 എന്ന റേഞ്ചിൽ നമുക്ക് എന്തുണ്ട്? അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബേസ് കോൺസെപ്റ്റ് നമ്മളോട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ ദ പർപ്പസ് ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്താണ്? ദ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൈസ് സ്റ്റെബിലിറ്റി ആണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം അവിടെ എന്തുണ്ടായിരിക്കണം? എക്കണോമിക് ഗ്രോത്ത്, ഫിനാൻസ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുകയും വേണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന മോണിറ്ററി പോളിസിയുടെ മേജർ ഒബ്ജക്റ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ആണ്. സോ അപ്പം അതായത് എക്കണോമിക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ മണി സപ്ലൈ വേണം. മണി സപ്ലൈ കൂടി കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ആവും. 6% മുകളിലേക്ക് അല്ലെങ്കിൽ 4% മുകളിലേക്ക് ഇൻഫ്ലേഷൻ പോയി കഴിഞ്ഞാൽ അത് ഗ്രോത്ത് കുറഞ്ഞതിന് കാരണമാവും. 2% താഴേക്ക് ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഡിഫ്ലേഷൻ വരുന്നതിന് കാരണം. ഇത് രണ്ടും ഇല്ലാതെ ഓപ്റ്റിമം മണി സപ്ലൈ ഇന്ത്യയിൽ വേണം. അതാണ് ആക്ച്വലി നമ്മൾ ഈ പറയുന്നത് ദ സോ കോൾഡ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇനഫ് മണി സപ്ലൈ, അഡക്വേറ്റ് മണി സപ്ലൈ ഉണ്ടായിരിക്കണം. അത് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മെയിൻ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഇന്ത്യയിൽ നമ്മൾ അവതരിപ്പിക്കുന്നു. ഫിറ്റ്, അത് ഫ്ലെക്സിബിൾ ടാർഗറ്റാണ് നമ്മളവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഇന്ത്യയിൽ എത്രയാണ്? കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക, നോട്ട് ചെയ്തേ. 4% ആണ് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഫിറ്റിൽ നമ്മൾ ടാർഗറ്റ് ഇരിക്കുന്ന ഇൻഫ്ലേഷൻ ടാർഗറ്റ് എത്രയാണ്? 4% ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. ആൻഡ് ദെൻ അതൊരു ബാൻഡിൽ ഡീവിയേഷൻ അലൗഡ് ആണ്. അത് എത്രയാണ്? +2 -2 ബാൻഡ് അവിടെ ഉള്ളത്. വിച്ച് മീൻസ് മാക്സിമം 6% വരെ ഇൻഫ്ലേഷൻ നമുക്ക് അഫോർഡബിൾ ആണ്. ആൻഡ് ദെൻ അറ്റ് ദ സെയിം ടൈം ഇൻഫ്ലേഷൻ 2% ഒരു കാരണവശാലും താഴെ പോകാൻ പാടില്ല. ബാൻഡ് എന്ന് പറയുന്നത് 2 to 6 ആണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ആൻഡ് ദെൻ ഡീവിയേഷൻ ബാൻഡ് എന്ന് പറയുന്നത് +2 -2 എന്നുള്ളതാണ്. സോ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക, എന്നാൽ അത് എക്കണോമിക് ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നതായിരിക്കണം? സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് എടുത്ത് നോക്കി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൈസ് സ്റ്റെബിലിറ്റിയാണ്. സോ അപ്പം റിപ്പോ റേറ്റ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അതായത് 6 മെമ്പേഴ്സ് വോട്ട് ചെയ്താണ് തീരുമാനിക്കുന്നത് റിപ്പോ റേറ്റ് കൂട്ടണോ കുറയ്ക്കണം എന്നുള്ളത്. അത് ചുമ്മാ അങ്ങ് വോട്ടിംഗ് ഇടുമൊന്നുമല്ല. ആക്ച്വലി എന്താണ്? എക്കോണമിയുടെ റാഷണൽ ആയിരിക്കണം. ഇപ്പോൾ റിപ്പോ കൂട്ടണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എക്കോണമിയുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വളരെ ഹെവി ആയിരിക്കണം. ആക്ച്വലി നമ്മുടെ ഗ്രോത്തിനെ അണ്ടർമൈൻ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഇൻഫ്ലേഷൻ പ്രഷർ എക്കോണമിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് റിപ്പോ റേറ്റ് കൂട്ടണം എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. നേരെ തിരിച്ച് ഇൻഫ്ലേഷനൊക്കെ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ റിപ്പോ റേറ്റ് കുറയ്ക്കുകയും വേണം, അല്ലേ? സോ അപ്പം ഇത് കൂട്ടണോ കുറയ്ക്കണോ അതൊരു മേജർ ഡിസിഷനാണ്. ആ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് വൺ ഓഫ് ദി മേജർ ഫംഗ്ഷൻസ് ആണ് ആരുടെ? മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഫ്രെയിംവർക്ക്. എക്സാക്ട്ലി നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, 4% ആണ്. ബാൻഡ് ഉണ്ട്, +2 -2 അതായത് 2 to 6 എന്ന രീതിയിലേക്ക് അവിടെ ഉള്ളത്. ആൻഡ് ദെൻ അതേപോലെ തന്നെ മോണിറ്ററി പോളിസി സ്റ്റാൻസ് എന്തായിരിക്കണം അതും തീരുമാനിക്കപ്പെടുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. സ്റ്റാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററി പോളിസിക്ക് 3 സ്റ്റാൻസിനുള്ള പോസിബിലിറ്റി ആണത്. ഒരു അക്കോമഡേറ്റീവ് മോണിറ്ററി പോളിസി വിച്ച് മീൻസ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി. ആൻഡ് ദെൻ അതുപോലെ തന്നെ ഒരു ന്യൂട്രൽ മോണിറ്ററി പോളിസി ആയിരിക്കാം. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഒരു കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഏതായിരിക്കണം? അക്കോമഡേറ്റീവ് എന്ന് പറയുന്നത് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ആയിരിക്കണോ, അതെയോ ന്യൂട്രൽ മോണിറ്ററി പോളിസി ആയിരിക്കണോ, അതെയോ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഒരു കോൺട്രാക്ഷണറി ടൈപ്പ് മോണിറ്ററി പോളിസി ആയിരിക്കണോ? ഇതൊക്കെ ആരുടെ ഫംഗ്ഷനാണ്? ഇത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ആരുടെ ഫംഗ്ഷനാണ്? മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഫംഗ്ഷൻ എന്നുള്ളതാണ്. ആൻഡ് ദെൻ എന്ന് മാത്രമല്ല ഈ പറഞ്ഞ രീതിയിലേക്ക് ഇവരത് വോട്ടിട്ടാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല അതിൻ്റെ റാഷണാലിറ്റി എന്താണെന്ന് അവരവരുടെ മിനിറ്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം എന്നുള്ളതാണ്.
ഓക്കെ. ആൻഡ് ദെൻ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ട് തന്നെ നിയമം പറയുന്ന ഇതാണ്, മിനിമം 4 പ്രാവശ്യം ഒരു വർഷത്തിൽ അവർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരിക്കണം. പക്ഷേ ആർ ബി ഐ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വൺസ് ഇൻ എവറി 2 months അവർ എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 2 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം മോണിറ്ററി പോളിസി കമ്മിറ്റി അവർ എന്ത് ചെയ്യുന്നുണ്ട്, ചേരുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക്കലി ഇപ്പോൾ ഏകദേശം ഒരു 6 മീറ്റിംഗ് ഒക്കെ വർഷം വരാറുണ്ട് എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ്. പക്ഷേ നിയമം പറയുന്ന ഇതാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണല്ലോ മോണിറ്ററി പോളിസി കമ്മിറ്റി, മിനിമം അറ്റ്ലീസ്റ്റ് 4 മീറ്റിംഗിലും മോണിറ്ററി പോളിസി കമ്മിറ്റി കണ്ടക്ട് ചെയ്തിരിക്കണം. വളരെ വ്യക്തമായിട്ട് എക്കോണമിയുടെ ഫണ്ടമെന്റ്സിനെ ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻഫ്ലേഷൻ ടാർഗറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം എക്സാക്ട്ലി അവിടെ എന്തായിരിക്കണം, അവരുടെ പരിഗണനയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആക്ച്വലി. ആൻഡ് ദെൻ എന്ന് മാത്രമല്ല ടാർഗറ്റ് തീരുമാനിക്കുന്ന ഗവൺമെൻറ്റാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല 3 കൺസിക്യൂട്ടീവ് ടൈംസ് 3 പ്രാവശ്യം അടുപ്പിച്ച് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ബാൻഡിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആൻസറബിളാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ചുകൂടെ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റും അവിടെ ഉണ്ടെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. ബേസിക്കലി കുറച്ചുകൂടെ അപ്പോൾ നമുക്ക് ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയോട് കൂടി ആൾക്കാർ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഇമ്പാക്റ്റ് മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളും കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഞാനവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. സി ഇവിടെ എടുത്ത് നോക്കി, മോണിറ്ററി പോളിസി കമ്മിറ്റി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2016 ആരാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? ഊർജിത് പട്ടേൽ കമ്മിറ്റിയാണ്. അതിൻ്റെ ക്രോളജി നമ്മളവിടെ വ്യക്തമായിട്ട് നമ്മളവിടെ കണ്ടതാണ്. ഓക്കെ. ഇൻഫ്ലേഷൻ ടാർഗറ്റ് എത്രയാണ്? 4%. ഈ 4% എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ദെൻ RBI മസ്റ്റ് പബ്ലിഷ് മിനിറ്റ്സ് വിത്തിൻ ദി 14 days ഓഫ് ഈച്ച് മീറ്റിംഗ്. നമുക്കറിയാം ഓരോ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം RBI എന്ത് ചെയ്യുന്നുണ്ട്, മിനിറ്റ്സ് പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവരുടെ ഡിസിഷൻ എന്തായിരുന്നു, റിപ്പോ റേറ്റ് കൂട്ടാനാണോ കുറയ്ക്കാനാണോ, ആൻഡ് ദെൻ എന്തുകൊണ്ടാണ് കൂട്ടിയത്, എന്തുകൊണ്ടാണ് കുറച്ചത്, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും വോട്ടിംഗ് അവിടെ എന്തായിരുന്നു, കൂട്ടാൻ എത്ര പേര് പറഞ്ഞു, കുറയ്ക്കാൻ എത്ര പേരാണ് പറഞ്ഞിരിക്കുന്നത്, ന്യൂട്രൽ സ്റ്റാൻസ് എത്ര പേരുടെ ഉണ്ടായിരുന്നു, ആൻഡ് ദെൻ എന്താണ് അവരുടെ റാഷണാലിറ്റി, ഈ പറഞ്ഞ രീതിയിലേക്ക് വളരെ വ്യക്തമായിട്ട് മോണിറ്ററി പോളിസിയുടെ മിനിറ്റ്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, 14 ദിവസത്തിനുള്ളിൽ പബ്ലിഷ് ചെയ്യേണ്ടത് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ദെൻ ഇഫ് ദി ഇൻഫ്ലേഷൻ സ്റ്റേറ്റ്സ് ഔട്ട്സൈഡ് ദ ബാൻഡ് വിച്ച് മീൻസ് 2 to 6 ആണ്. നമുക്കറിയാമല്ലോ 4% അല്ലേ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാൻഡ് എന്ന് പറയുന്നത് +2 -2 എന്ന് പറയുമ്പോഴത്തേനും 2 to 6 അവിടെ ബാൻഡ് വരും എന്നുള്ളതാണ്. അപ്പം ഈ ബാൻഡിൻ ഔട്ട്സൈഡിലേക്ക് ഇൻഫ്ലേഷൻ ടാർഗറ്റ് പോയി കഴിഞ്ഞാൽ, അതായത് കൺസിക്യൂട്ടീവ് ആയിട്ട് 6% കൂടുതൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് ആയിട്ട് 2% താഴെ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, RBI ഉറപ്പായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. റെസ്പോൺസിബിലിറ്റിയും ലീഗൽ റെസ്പോൺസിബിലിറ്റി ഇവിടെ മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. 2016 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഊർജിത് പട്ടേൽ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇൻഫ്ലേഷൻ ടാർഗറ്റ് 4% ആണ് ഫിക്സ് ചെയ്യുന്നത്. ഗവൺമെൻറ്റാണ്, മോണിറ്ററി പോളിസി കമ്മിറ്റി അല്ല. ഓരോ മീറ്റിങ്ങിൻ്റെയും മിനിറ്റ്സ് പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഇതിന് അതേപോലെ തന്നെ ബാൻഡിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 3 പ്രാവശ്യം അടുപ്പിച്ച് 3 കൺസിക്യൂട്ടീവ് ടൈംസ് ബാൻഡിന് പുറത്തേക്ക് ഇൻഫ്ലേഷൻ ടാർഗറ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ എന്ത് ചെയ്യേണ്ടതുണ്ട്, RBI ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കറണ്ട് അഫെയർ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന 2025 ഡിസംബറിലാണ്. 2025 ഡിസംബറിലെ മോണിറ്ററി പോളിസി കമ്മിറ്റി മെമ്പേഴ്സിനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. 6 മെമ്പേഴ്സാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നല്ലോ. ഇന്റേണൽ ആയിട്ടുള്ള 3 പേരും ഉണ്ടായിരിക്കും, എക്സ്റ്റേണൽ ആയിട്ടുള്ള 3 പേരും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ പിന്നീട് റീവാച്ച് ചെയ്ത് കാണുന്ന ഒരു സമയത്ത് ഓരോ എക്സാമിന് തൊട്ട് മുമ്പ് ഈ പറഞ്ഞിരിക്കുന്ന മെമ്പേഴ്സിന് മാറ്റം വരാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്റ്റേണൽ മെമ്പേഴ്സ് മാക്സിമം 4 years ഉണ്ടായി. 4 years കഴിഞ്ഞ് അവർ റീപ്ലേസ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ. ദെൻ അതേപോലെ തന്നെ ഇന്റേണൽ മെമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അവർ RBI ഉണ്ടായിരിക്കുന്ന കാലം മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, മോണിറ്ററി പോളിസി കമ്മിറ്റി മെമ്പറായിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന മെമ്പേഴ്സ് അതായത് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇപ്പം ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 6 പേരില്ല, അത് മാറ്റം വരാം. അപ്പോൾ നിങ്ങൾ ഓരോ സമയത്തും ഇത് പഠിച്ചിട്ട് പോകുമ്പോൾ RBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യും. കറണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മെമ്പേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണം, മനസ്സിലാക്കിയിട്ട് പോകേണ്ടതും ഉള്ളതെന്നുള്ളതാണ്. ഒന്നും മാറില്ല, പക്ഷേ മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 2 പോസിബിലിറ്റിയാണ്. ഒന്ന്, എക്സ്റ്റേണൽ മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം 4 years അവർക്ക് ടെന്യൂർ കിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല റിന്യൂവബിൾ അല്ല, അവർക്ക് വീണ്ടും ഒരു ഓപ്ഷൻ കിട്ടില്ല. അപ്പോൾ എക്സ്റ്റേണൽ മെമ്പേഴ്സിന് മാക്സിമം 4 years ഉള്ളൂ. ഇന്റേണൽ മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലോ അവർ RBIയിൽ ഉള്ള എത്രത്തോളം കാലം, ആ ഓഫീസ് അവർ ഹോൾഡ് ചെയ്യുന്ന എത്രത്തോളം കാലം അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മെമ്പറായിട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു പെർമനൻറ്റ് മെമ്പേഴ്സ് ഒന്നും അല്ല ഈ പറഞ്ഞ രീതിയിലേക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് നോക്കാം 2025 ഡിസംബർ എടുക്കുമ്പോൾ നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ മെമ്പേഴ്സിനെ എടുത്തു വയ്ക്കുകയും എക്സ് ഒഫീഷ്യൽ ചെയർമാൻ RBI ഗവർണർ തന്നെയാണ്. ആരാണ്? സഞ്ജയ് മൽഹോത്ര. അപ്പം സഞ്ജയ് മൽഹോത്ര ആണ് ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള ശക്തികാന്ത ദാസ് കഴിഞ്ഞതിന് ശേഷം RBIയുടെ ഗവർണറായിട്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ഇന്റേണൽ റെപ്രസെൻറ്റേറ്റീവ് തന്നെയാണ്. എന്ന് മാത്രമല്ല എക്സ് ഒഫീഷ്യൽ ചെയർമാനാണ്. പിന്നീട് ഇന്റേണൽ മെമ്പറായിട്ട് അവിടെ വന്നിരിക്കുന്നത് പൂനം ഗുപ്തയാണ്, ഡെപ്യൂട്ടി ഗവർണറാണ്. ഓക്കെ, ഇന്റേണൽ മെമ്പർ തന്നെയാണെന്നുള്ളതാണ്. ഓക്കെ. പിന്നീട് വന്നിരിക്കുന്നത് ഇന്ദ്രാണിൽ ഭട്ടാചാര്യ, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് RBIയുടെ, ഇന്റേണൽ മെമ്പറാണ്. അപ്പോൾ RBIയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വരുന്ന 3 ഇന്റേണൽ മെമ്പേഴ്സിനെ കറക്റ്റായിട്ട് പഠിച്ചു വെച്ച് നോട്ട് ചെയ്തേ.
ഗവർണറായിട്ടുള്ള സഞ്ജയ് മൽഹോത്ര. സോ ഓബിയസ്ലി ചെയർപേഴ്സൺ ആണ്, എക്സ് ഒഫീഷ്യൽ ചെയർപേഴ്സൺ ആണ്. ഡെപ്യൂട്ടി ഗവർണറായിട്ടുള്ള പൂനം ഗുപ്ത ആൻഡ് ദെൻ ഇന്ദ്രാണിൽ ഭട്ടാചാര്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ഈ 3 പേരാണ് ഏത് RBIയുടെ ഇന്റേണൽ മെമ്പേഴ്സ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ മെമ്പേഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ മെമ്പേഴ്സ് നമുക്ക് നോക്കാം ആരൊക്കെയാണെന്നുള്ളത്. ഡോക്ടർ നാഗേഷ് കുമാർ, എക്കോണമിസ്റ്റ് ആണ് കേട്ടോ, എക്കോണമിസ്റ്റ് ആണ്. ഓക്കെ, അതായത് ഫോർമർ UN ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ റെപ്രസെന്റ് ചെയ്തോണം എന്നുള്ളതാണ്. ഓക്കെ, എക്കോണമിസ്റ്റ് ആണ്, എക്സ്റ്റേണൽ മെമ്പറാണ്. ഓക്കെ, പിന്നെ അവിടെ എടുത്ത് നോക്കിയാൽ സൗഗത ഭട്ടാചാര്യ, ഓക്കെ, ലീഡിങ് എക്കോണമിസ്റ്റ് ആണ്, എക്സ്റ്റേണൽ മെമ്പറാണ്. പിന്നെ അതാണുള്ള റാം സിംഗ്, ഓക്കെ, ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഡയറക്ടറാണ്. അപ്പോൾ ഇവർ 3 പേരും എക്കോണമിസ്റ്റ് ആണ്. നാഗേഷ് ആണെങ്കിലും സൗഗത ആണെങ്കിലും ആൻഡ് ദെൻ റാം സിംഗ് ആണെങ്കിലും ഈ 3 പേരും എക്കോണമിസ്റ്റ് ആണ്. ആൻഡ് ദെൻ ഇവരാണ് എക്സ്റ്റേണൽ ആയിട്ട് ഇപ്പോൾ മോണിറ്ററി പോളിസി മെമ്പേഴ്സായിട്ട് ഉള്ളത്. അപ്പം ഈ ലിസ്റ്റ് കണ്ടാൽ തിരിച്ചറിയാണ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ ദി മെമ്പേഴ്സ് എന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആർ നോട്ട് എന്ന രീതിയിലേക്ക് ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇന്റേണൽ മെമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എക്സ്റ്റേണൽ മെമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇത് കറണ്ട് അഫെയർ ആണ്. നിങ്ങൾ പഠിച്ചിട്ട് പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങളത് അപ്ഡേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ റിപ്പോ റേറ്റ് തീരുമാനിക്കപ്പെടുക എന്നുള്ളതാണ് ഇവരുടെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, പ്രൈസ് സ്റ്റെബിലിറ്റി മുൻനിർത്തിക്കൊണ്ട്. അപ്പോൾ ഈ റിപ്പോ റേറ്റ് ഒക്കെ തീരുമാനിക്കുമ്പോൾ ഇതെങ്ങനെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല. ഓക്കെ, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, വോട്ടിംഗ് ഉണ്ട്. ഒരാൾക്ക് ഒരു വോട്ടാണുള്ളത്, 6 മെമ്പേഴ്സാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഡിസിഷൻ ടേക്കിംഗ് ബൈ ദി മജോറിറ്റിയാണ്. ഇൻ കേസ് ടൈ അവിടെ വന്നു കഴിഞ്ഞാൽ കാസ്റ്റിംഗ് വോട്ട് ഉണ്ട് ആർക്ക്, ഗവർണർക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 പേര് കൂട്ടണം എന്ന് പറയുന്നു, 3 പേര് കുറയ്ക്കണം എന്ന് പറയുന്നു, ടൈ ആയി അവിടെ ബേസിക്കലി. അപ്പോൾ ഉറപ്പായിട്ടും കാസ്റ്റിംഗ് വോട്ടായിട്ട് ആര് വരും, ഗവർണർ വരും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 4 പേര് കൂട്ടണം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കൂട്ടുക എന്നുള്ളതായിരിക്കും ഡിസിഷൻ. 4 പേര് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ളതായിരിക്കും അവിടുത്തെ ബേസിക് ആയിട്ടുള്ള ഡിസിഷൻ എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഓർത്തുന്നുള്ള വോട്ടിംഗ് പവർ അവിടെ ഉണ്ട്. ഒരു മെമ്പറിന് ഒരു വോട്ട് വെച്ചാണ് ഉള്ളത്. ആൻഡ് ദെൻ ടൈ വന്നു കഴിഞ്ഞാൽ കാസ്റ്റിംഗ് വോട്ടിനുള്ള റൈറ്റ് ആർക്കുണ്ടായിരിക്കും, RBI ഗവർണർക്കുണ്ടായിരിക്കും എന്നുള്ള പോയിന്റ് കറക്റ്റായിട്ട് അവിടെ ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ ടെനുവർ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ടെനുവർ എന്താണ്, എക്സ്റ്റേണൽ മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 4 years ആണ്. അത് നോൺ റിന്യൂവബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം കഴിഞ്ഞ് പിന്നീട് അവർക്ക് റീ അപ്പോയിൻമെന്റ് അവിടെ കിട്ടില്ല. ഇന്റേണൽ മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ ആസ് ലോങ് ആസ് ദേ ഹോൾഡ് ദി ഓഫീസ് ഇൻ ദി RBI. അതാണ് ആസ് ലോങ് ആസ് ദേ ഹോൾഡ് ദി ഓഫീസ്. അതാണ് RBIയിൽ അവർ എത്രത്തോളം നാളുണ്ടോ അത്രത്തോളം അവർക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കും. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ മെമ്പർ ആണെങ്കിൽ മെമ്പറായിട്ട് തുടരാൻ സാധിക്കുന്നതാണ് ബേസിക്കലി. ഓക്കെ, അപ്പോൾ ഒരു ടെന്യൂർ കറക്റ്റായിട്ട് പറയുന്നില്ല. RBI ഉടത്തോളം കാലം അവർക്ക് ചെയ്യാം. റീ അപ്പോയിൻമെന്റ് ഒക്കെ ഒരാൾ എന്തുണ്ട് പോസിബിലിറ്റീസ് നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ RBI ഗവർണർക്ക് 2ാമത്തെ ടൈമിലേക്ക് അപ്പോയിൻമെന്റ് കിട്ടുന്ന ആൾക്കാരില്ല. സോ ദാറ്റ്സ് എ പോസിബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ട് ആ ഒരു കാര്യയുടെ കറക്റ്റായിട്ട് അവിടെ നിന്ന് ഓർത്തിരിക്കുക. ടെന്യൂർ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റേണൽ മെമ്പേഴ്സ് ആണെങ്കിൽ 4 years ആണ്, നോൺ റിന്യൂവബിൾ ആണ്. ഇന്റേണൽ മെമ്പേഴ്സ് ആണെങ്കിൽ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നിടത്തോളം നാൾ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത പോയിന്റ് കുറച്ച് എലാബറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടുന്ന പോയിന്റ് ആണ്, എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട മാൻഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് മോണിറ്ററി പോളിസിയുടെ മേജർ മാൻഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, പോളിസി റിപ്പോ തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് പോളിസി റിപ്പോ തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ മോണിറ്ററി പോളിസി സ്റ്റാൻഡ് എന്താണ് തീരുമാനിക്കുക. മോണിറ്ററി പോളിസി സ്റ്റാൻഡ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഒന്നെങ്കിൽ അത് അക്കോമഡേറ്റീവ് എന്ന് പറയുന്ന എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ആയിരിക്കാം, അതല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഈതർ വേയിൽ പോകാവുന്ന ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ന്യൂട്രൽ മോണിറ്ററി പോളിസി സ്റ്റാൻഡ്സ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാക്ഷൻ ടൈറ്റനിങ് മോണിറ്ററി പോളിസി സ്റ്റാൻഡ്സ് ആയിരിക്കാം. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മേജർ ആയിട്ടുള്ള ഒരു മാൻഡേറ്റ് അതാണ്. റിപ്പോ എന്തായിരിക്കണം, റിപ്പോ കൂട്ടണോ കുറയ്ക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മോണിറ്ററി പോളിസി സ്റ്റാൻഡ്സ് അക്കോമഡേറ്റീവ് ആയിരിക്കണോ, ഐ മീൻ എക്സ്പാൻഷണറി, ആൻഡ് ദെൻ ടൈറ്റനിങ് ആയിരിക്കണോ, ഐ മീൻ കോൺട്രാക്ഷണറി, അതെയോ ഡാറ്റ ഡ്രിവൺ കറണ്ട് റിക്വയർമെൻറ്റ് എന്നാണ് അനുസരിച്ചുള്ള ഈ പറഞ്ഞ ന്യൂട്രൽ ആയിരിക്കണോ. ഇതാണ് പ്രധാനപ്പെട്ട മാൻഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ റിപ്പോ റേറ്റിന് ഇവിടെ ഒരു മേജർ ഫീച്ചറാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നുണ്ട്. ഓട്ടോണമസ് സ്റ്റാറ്റസ് ഉണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേരി ചെയ്യുന്ന ഒരേ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് ആണ്. ആൻഡ് ദെൻ റിപ്പോ റേറ്റ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മേജർ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇവരിത് ചെയ്ത് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി തീരുമാനിക്കപ്പെടും. അതേതാണ്, MSFും SDFും തീരുമാനിക്കപ്പെടുന്നതാണ്. കാരണം LAF കോറിഡോർ ഓട്ടോമാറ്റിക് ആണ്. മിഡിൽ റിപ്പോ വരും. X+A ആണ് ബേസിക്കലി ഏത് MSF എന്ന് പറയുന്നത്. X-B ആണ് ഏത് SDF എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി ആണ്. ഫ്ലോർ റേറ്റ് ആയിട്ട് LAF കോറിഡോർ ഉള്ളത് സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി ആണ്. പഴയ റിവേഴ്സ് റിപ്പോ, ഇപ്പോൾ റിവേഴ്സ് റിപ്പോ ഇല്ല. റിവേഴ്സ് റിപ്പോയ്ക്ക് പകരം വന്നാണ് SDF എന്ന് പറയുന്നത്. ഇതാണ് MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് അപ്പർ സീലിംഗ്. മിഡിൽ ഏതാ വന്നിരിക്കുന്നത്, റിപ്പോ റേറ്റ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് റിപ്പോ തീരുമാനിക്കുക എന്നുള്ളതാണ്. റിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിപ്പോ 5% ആണെന്ന് വിചാരിക്കാം, റിപ്പോ 5%. ആൻഡ് ദെൻ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ X+A ആയിരിക്കും ഏത് MSF, കാരണം X എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് ആണ്. ആൻഡ് ദെൻ SDF എന്ന് പറയുന്നത് X-B ആയിരിക്കും.
അപ്പോൾ അതായത് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന നമുക്ക് മോണിറ്ററി പോളിസി കോറിഡോറും അതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കണം. 2025 നമ്മൾ എടുക്കുമ്പോൾ ഇന്ത്യയിലെ മോണിറ്ററി പോളിസി കോറിഡോർ എന്ന് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ വിഡ്ത്ത് 50 ബേസിസ് പോയിന്റ്സ് ആണ്. 50 ബേസിസ് പോയിന്റ്സ് ആണ്. 50 ബേസിസ് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ 50 ബേസിസ് പോയിന്റ്സിൻ്റെ പകുതി അത് കൂടുതലായിരിക്കും ഏത്? MSF. 50 ബേസിസ് പോയിന്റ്സ് കുറവ് അതായിരിക്കും ഏത്? SDF. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈപ്പോത്തറ്റിക്കലി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. റിപ്പോ റേറ്റ് 6% ആണെന്ന് വിചാരിക്കാം. റിപ്പോ എത്രയാണ്? 6% ആണ്. ഓക്കെ, നോട്ട് ചെയ്തോണേ. റിപ്പോ റേറ്റ് 6% ആണ്. മോണിറ്ററി പോളിസി വിഡ്ത്ത് എത്രയാണ്? 50 ബേസിസ് പോയിന്റ്. 50 ബേസിസ് പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5%. ഇനി MSF എന്ന് പറയുന്നത് എന്തായിരിക്കും? 50 ബേസിസ് പോയിന്റ്സിന്റെ പകുതി കൂടുതലായിരിക്കും. SDF എന്ന് പറയുന്നത് 50 ബേസിസ് പോയിന്റ്സിന്റെ പകുതി കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോ റേറ്റ് 6 എന്ന് മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ MSF 6.25 ആയിരിക്കും. 25 ബേസിസ് പോയിന്റ്സ് കൂടുതൽ. റിപ്പോയേക്കാളും 25 ബേസിസ് പോയിന്റ്സ് കൂടുതൽ. ആൻഡ് ദെൻ റിപ്പോയേക്കാളും 25 ബേസിസ് പോയിന്റ്സ് കുറവായിരിക്കും ഏത്? SDF. 6% റിപ്പോ റേറ്റ് വരുമ്പം 5.75 വരും. 5.75 വരും ഏത്? SDF. കാരണം മോണിറ്ററി പോളിസിയുടെ കോറിഡോർ എടുത്തു കഴിയുമ്പോഴത്തേനും LAFിൻ്റെ കോറിഡോറിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 50 ആയതുകൊണ്ടാണ്. ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കോൺസെപ്റ്റ് ഞാൻ വേറൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മോണിറ്ററി പോളിസി LAF എന്താണ്, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്താണ്, വിഡ്ത്ത് ഒക്കെ എന്താണെന്ന് ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോളുക, ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവും. പോളിസി റിപ്പോ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ MSF SDF എന്താണ്? ഓട്ടോമാറ്റിക്കലി കോറിഡോറിൽ എന്ത് ചെയ്യപ്പെടും? എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് 6% റിപ്പോ റേറ്റ് എന്നുണ്ടെങ്കിൽ 50 ബേസിസ് പോയിന്റ്സ് ആണ് വിഡ്ത്ത് വരുമ്പോഴത്തേനും 50യുടെ പകുതിയായിട്ടുള്ള 25 ബേസിസ് പോയിന്റ്സ് കൂടുതലായിരിക്കും. X+A MSF എന്ന് പറയുന്നത് 6.25%. അത് ഓട്ടോമാറ്റിക്കായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. 25 ബേസിസ് പോയിന്റ്സ് കുറവായിരിക്കും ഏത്? SDF എന്നുള്ള സ്റ്റാൻഡേർഡ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി. അപ്പം 6 മൈനസ് നമുക്കവിടെ എത്ര കൊടുക്കണം? 0.25. ഓക്കെ, അപ്പോൾ എത്ര വരുന്നത്? 5.75 വരും. ഇത് ഓട്ടോമാറ്റിക്കലി പറയുന്നതാണ്. 6 റിപ്പോ വന്നിട്ടുണ്ടെങ്കിൽ 5.75 ആയിരിക്കും ഏത്? SDF എന്ന് പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പറയുന്നതാണ്. കാരണം റിപ്പോ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോട് ഓട്ടോമാറ്റിക്കായിട്ട് നിശ്ചിത ശതമാനം കൂടുതലായിരിക്കും MSF, നിശ്ചിത ശതമാനം കുറവായിരിക്കും ഏത്? SDF. ആ നിശ്ചിത ശതമാനം എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് പഠിച്ചോളൂ. എന്താണ്? മോണിറ്ററി പോളിസി കോറിഡോറിൻ്റെ വിഡ്ത്ത് ആണ്. 2025 മോണിറ്ററി പോളിസി കോറിഡോറിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 50 ബേസിസ് പോയിന്റ്സ് ആണ്. 50 ബേസിസ് പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5%. 0.5%. 0.5%ൻ്റെ പകുതി എത്രയാണ്? 0.25%. അപ്പോൾ MSF 0.5% കൂടുതലായിരിക്കും റിപ്പോയേക്കാളും ഓട്ടോമാറ്റിക്കലി. SDF 0.5% കുറവായിരിക്കും ഓട്ടോമാറ്റിക്കലി. ഏതിനേക്കാളും? റിപ്പോ റേറ്റിനേക്കാളും. എക്സാമ്പിൾ ഒന്നുകൂടെ എടുത്ത് നോക്കി. 6% റിപ്പോ, മോണിറ്ററി പോളിസി കോറിഡോറിൻ്റെ വിഡ്ത്ത് 50. അപ്പം X+A എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിരിക്കും? 6 പ്ലസ് 0.25 വരും. 50ൻ്റെ പകുതി. അപ്പോൾ എത്രയാണ്? 6.25 ആയിരിക്കും അവിടുത്തെ ഏത്? MSF. ഇനി X മൈനസ് B ആയിരിക്കും ബേസിക്കലി ഏത്? SDF. അപ്പോൾ നമുക്കറിയാം മോണിറ്ററി പോളിസിയുടെ വിഡ്ത്ത് 50 ആണ്. അപ്പോൾ അവിടെ വരേണ്ടത് എത്രയാണ്? 0.25 ആണ്. 0.25 ആണ് അവിടെ വരേണ്ടത്, പകുതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? 6 അല്ലേ? 6ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുന്നു? 0.25 കുറയ്ക്കുന്നു. ആൻസർ എത്രയാണ്? 5.75 ആണ്. ഇതെന്നും ഈ റൂളായിരിക്കും. പക്ഷേ പല സമയങ്ങളിൽ വിഡ്ത്ത് മാറി വന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്ത് 2015 ഒക്കെ ബേസിക്കലി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 200 ബേസിസ് പോയിന്റ്സ് ആയിരുന്നു വിഡ്ത്ത്. പിന്നീട് 100 ബേസിസ് പോയിന്റ്സ് അത് കുറഞ്ഞു. ഇപ്പോൾ അത് എത്രയാണ്? 50 ബേസിസ് പോയിന്റ്സ് ആണ്. ഈ ടോപ്പിക് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് LAFിൽ നിങ്ങളെ പഠിപ്പിക്കും. അവിടെ നിങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമ്മൾ പറഞ്ഞു റിപ്പോ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? മോണിറ്ററി പോളിസി സ്റ്റാൻസ് തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. എന്താ മോണിറ്ററി പോളിസി സ്റ്റാൻസ് എന്ന് പറയുന്നത്? എന്തായിരിക്കണം മോണിറ്ററി പോളിസിയുടെ രീതി? അത് അക്കോമഡേറ്റീവ് ആയിരിക്കണോ? ഐ മീൻ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ആണെങ്കിൽ നിങ്ങൾ റിപ്പോ റേറ്റ് കുറയ്ക്കണം. ആൻഡ് ദെൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് കൂട്ടുക എന്നുള്ളതാണ്. ന്യൂട്രൽ ആണെങ്കിലോ റിപ്പോ റേറ്റ് വേണമെന്നെങ്കിൽ കൂടാം കുറയാം. അത് രണ്ടും ഏതിനനുസരിച്ചായിരിക്കും? നിങ്ങളുടെ ഡേറ്റ നിങ്ങളോട് പറയുന്നത് എന്താണ്? അപ്പോൾ ഫോർ എക്സാമ്പിൾ എക്കോണമിയിൽ കൂടുതൽ മണി സപ്ലൈ ഉണ്ട്, ഇൻഫ്ലേഷൻ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? റിപ്പോ റേറ്റ് കൂട്ടും. നേരെ തിരിച്ച് ഇൻഫ്ലേഷനൊക്കെ അണ്ടർ കൺട്രോൾ ആണ്, ഗ്രോത്ത് റിവൈവ് ചെയ്യണം, അതാണ് ഇൻറ്റൻഷൻ. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും? റിപ്പോ റേറ്റ് കുറയ്ക്കും. അപ്പോൾ അവർ തീരുമാനിച്ച് ഒരു പ്രീ ഡിറ്റർമിൻഡ് കൂട്ടുക കുറയ്ക്കുക എന്ന് പറഞ്ഞ ഫോമിലേക്കല്ല നിങ്ങളോട് എത്തിയിരിക്കുന്നത്. പകരം നിങ്ങൾ എന്താണ്? ഡാറ്റ പറയുന്നു, മണി സപ്ലൈ കൂടുതലാണ്, ഇൻഫ്ലേഷൻ ഉണ്ട്, റിപ്പോ റേറ്റ് കൂട്ടണം എന്ന് പറഞ്ഞ് നിങ്ങൾ റിപ്പോ റേറ്റ് കൂട്ടും. നേരെ തിരിച്ച്
അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി നമ്മൾ കൂടുമ്പോൾ നമുക്ക് പറഞ്ഞ ഡേറ്റ പറയുന്നത് ഇൻഫ്ലേഷനൊക്കെ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുണ്ട്, ഗ്രോത്ത് കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഗ്രോത്ത് കൂട്ടുകയാണ് നമ്മൾ ഇനി അടുത്ത ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പം റിവൈവൽ ഓഫ് ദ ഗ്രോത്ത് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, റിപ്പോ റേറ്റ് കുറയ്ക്കണം എന്നൊരു രീതിയിലേക്ക്. അപ്പം രണ്ട് ഡയറക്ഷനിൽ ഇവിടെ വന്നേക്കാം, കൂട്ടുക കുറയ്ക്കുക ചെയ്തേക്കാം. ബാലൻസിനാണ് ഡാറ്റ ഡ്രിവൻ ആയിരിക്കും പറയുന്നത് ന്യൂട്രൽ എന്ന് പറയുന്നത്. പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് റിപ്പോ കൂട്ടിയേക്കാം എന്നാൽ കുറച്ചേക്കാം എന്നൊരു തീരുമാനമൊന്നുമില്ല. ഡാറ്റ പറഞ്ഞനുസരിച്ച് നമ്മൾ ചെയ്യുന്ന സിറ്റുവേഷൻ ഇനി ന്യൂട്രൽ മോണിറ്ററി പോളിസി സ്റ്റാൻസ് നമ്മൾ വിളിക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഒരു കോൺട്രാക്ഷൻ അല്ലെ, ടൈറ്റനിങ് മോണിറ്ററി പോളിസി എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് റിപ്പോ റേറ്റ് കൂട്ടുകയായിരിക്കും. ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നോക്കാം 3 ടൈപ്പ് ഓഫ് മോണിറ്ററി പോളിസി സ്റ്റാൻസ് ആണുള്ളത്. അപ്പോൾ എന്താ മോണിറ്ററി പോളിസി സ്റ്റാൻസ് ടെൽസ് ദ പബ്ലിക് ഹൗ RBI പ്ലാൻസ് ടു മൂവ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട RBIയുടെ നിയർ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു മേജർ ഇൻഡിക്കേറ്ററാണ് നമ്മളെ സംബന്ധിച്ച് എന്ത് മോണിറ്ററി പോളിസി സ്റ്റാൻസ് എന്ന് വെച്ചാൽ. ഫോർ എക്സാമ്പിൾ അക്കോമഡേറ്റീവ് മോണിറ്ററി പോളിസി സ്റ്റാൻസ് ആണെങ്കിൽ RBI മുൻതൂക്കം കൊടുക്കുന്നത് ഗ്രോത്തിനാണ്, റിവൈവൽ ഓഫ് ഗ്രോത്ത് ആണ്, പ്രോ ഗ്രോത്ത് ആണ് അവിടുത്തെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന എക്സ്പാൻഷൻ ആയിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നേരെ തിരിച്ച് ന്യൂട്രൽ ആണെങ്കിൽ ഡാറ്റ ഡ്രിവൻ ആകും, കൂട്ടാനോ കുറയ്ക്കാനുള്ള പോസിബിലിറ്റി. പിന്നെ എക്കോണമി ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടെന്ന് RBIക്ക് മനസ്സിലാണെങ്കിൽ ഉറപ്പായിട്ടും ആ മോണിറ്ററി പോളിസി സ്റ്റാൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടൈറ്റനിങ് മോണിറ്ററി പോളിസി സ്റ്റാൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 3 തരത്തിൽപ്പെട്ട മോണിറ്ററി പോളിസി സ്റ്റാൻസ് വരാം. അക്കോമഡേറ്റീവ് എന്ന് പറയുന്ന എക്സ്പാൻഷനി, ന്യൂട്രൽ ആൻഡ് ദെൻ തേർഡ് വൺ ടൈറ്റനിങ് എന്ന് പറയുന്ന കോൺട്രാക്ഷനി മോണിറ്ററി പോളിസി. 3 എന്തുണ്ട് പോസിബിലിറ്റീസ് നമുക്കവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ എടുത്ത് നോക്കി, എന്താണ് ഈ അക്കോമഡേറ്റീവ് സ്റ്റാൻസ്? കുറച്ചുകൂടെ തിയറിറ്റിക്കൽ വേർഡാണ് അക്കോമഡേറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു പ്രാക്ടിക്കൽ സെൻസിൽ മോണിറ്ററി പോളിസിയെ കുറിച്ച് പറയുന്നത് ഏതാണ്, എക്സ്പാൻഷണറി സ്റ്റാൻസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് ഗ്രോത്ത് റിവൈവ് ചെയ്യേണ്ടതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ തീരുമാനിക്കുക നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് റിവൈവൽ ഓഫ് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് കൂടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്കോണമിയിൽ ഇനഫ് മണി സപ്ലൈ ഉണ്ടായിരിക്കണം. മണി സപ്ലൈ കൂടിക്കുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും, ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും, ഗ്രോത്ത് കൂടും, പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ. ഇതാണ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, RBI is willing to cut the repo rate ആണ്. അക്കോമഡേറ്റീവ് സ്റ്റാൻസ് ആണെങ്കിൽ, എക്സ്പാൻഷൻ സ്റ്റാൻസ് ആണെങ്കിൽ റിപ്പോ റേറ്റ് കുറയ്ക്കും ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ അപ്പം എക്കോണമി ഒന്ന് സ്ട്രഗ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് കുറവാണ്, നമ്മളിപ്പോൾ ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്രെഡിറ്റിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഡിമാൻഡിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് മണി സപ്ലൈ കൂട്ടണം. മണി സപ്ലൈ കൂടുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബോറോവിങ് ചീപ്പറായിട്ട് വരും. വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ ഉറപ്പായിട്ടും സംഭവിക്കും ഇൻകം കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഡിമാൻഡ് കൂടും ആൻഡ് ദെൻ ഗ്രോത്ത് കൂടുന്ന സിറ്റുവേഷൻ വരും. ഇതിനെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അക്കോമഡേറ്റീവ് സ്റ്റാൻസ് ഓർ എക്സ്പാൻഷണറി സ്റ്റാൻസ് ഓഫ് മോണിറ്ററി പോളിസി എന്ന് നമ്മൾ പറയുന്നതാണ്. അടുത്തേതാണ് ദ ന്യൂട്രൽ സ്റ്റാൻസ്. ഇവിടെ മോണിറ്ററി പോളിസിക്ക് ഒരു പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കൂട്ടാൻ പോവുകയാണ്, കുറയ്ക്കാൻ പോകണമെന്നൊന്നുമല്ല. എന്താണോ നമ്മളോട് ഡാറ്റ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്കോണമിയിൽ വലിയ രീതിയിലേക്ക് ഇൻഫ്ലേഷൻ പ്രഷറൊക്കെ ഉണ്ട്, മണി സപ്ലൈ വളരെയധികം കൂടുതലാണ്, അതാണ് ഡാറ്റ പറയുന്നത്. ഇപ്പം ഇന്ത്യൻ എക്കോണമിയുടെ അപ്പർ ടോളറൻസ് ലെവൽ 6% ആണ്, +2 അല്ലെ, 4 +2 എടുത്ത് കഴിഞ്ഞാൽ 6% ആണ്. അപ്പം അതിൽ കൂടുതൽ ഇൻഫ്ലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്ററി പോളിസി ഡാറ്റ പറഞ്ഞ എന്താണ്, എത്രയും പെട്ടെന്ന് നമ്മൾ റിപ്പോ റേറ്റ് കൂട്ടിയിട്ട് മണി സപ്ലൈ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, വലിയ രീതിയിലേക്ക് നമ്മൾ അബ്സോർവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അടുത്ത ന്യൂട്രൽ മോണിറ്ററി പോളിസി. നേരെ തിരിഞ്ഞ് 2-3 മോണിറ്ററി പോളിസി കമ്മിറ്റി കഴിയുമ്പോഴത്തേനും ഇൻഫ്ലേഷനൊക്കെ ഏകദേശം 4% എത്തിയെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഗ്രോത്ത് റിവൈവ് ചെയ്യണം. അപ്പോൾ എന്താണ്, റിപ്പോ റേറ്റ് നമ്മൾ എന്ത് ചെയ്യും, കുറയ്ക്കും. ഓക്കെ, സോ ഡാറ്റ എന്താണോ പറയുന്നത് അതിനനുസരിച്ചൊരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നു. ഒരു പ്രീ കമ്മിറ്റ്മെൻറ്റോ പ്രീ ഡിറ്റർമിൻഡ് ഹൈക്കോ റിഡക്ഷനോ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ആക്ച്വലി ഈ തരത്തിൽപ്പെട്ട ഒരു ബാലൻസ് മോണിറ്ററി പോളിസി സ്റ്റാൻസ് ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ ന്യൂട്രൽ സ്റ്റാൻസ് എന്നാണ് മോണിറ്ററി പോളിസിയിൽ പറയുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ മൂന്നാമതൊരു സ്റ്റാൻസ് ഇവിടെ എന്താണ്, ടൈറ്റനിങ് സ്റ്റാൻസ് ആണെങ്കിൽ കോൺട്രാക്റ്റീവ് സ്റ്റാൻസ് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, RBIയുടെ മേജർ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷനെ കർട്ടേൽ ചെയ്യുക എന്നുള്ളതാണ്. മേജർ ഇൻറ്റൻഷൻ അതാണ്, പ്രൈസ് സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. സോ അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള 6% മുകളിലാണെന്നുണ്ടെങ്കിൽ എക്കോണമിയിൽ എക്സസ് ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ എന്ത് ചെയ്യും, നമ്മൾ എക്സസ് ലിക്വിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുമ്പം ഈ പറഞ്ഞിരിക്കുന്ന ബോറോയിങ് ഒക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ട് മാറും ബേസിക്കലി. സോ അപ്പം ഉറപ്പായിട്ടും എക്കോണമിയിലേക്ക് എത്തുന്ന പണത്തിൻ്റെ എമൗണ്ട് വളരെയധികം കുറയുകയും ഗ്രാജുവലി നമുക്ക് ഇൻഫ്ലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് 3 പ്രധാനപ്പെട്ട മോണിറ്ററി പോളിസി സ്റ്റാൻസ്. അപ്പോൾ ഈ മോണിറ്ററി പോളിസി സ്റ്റാൻസ് എന്താണെന്ന് തീരുമാനിക്കുക, റേറ്റിൽ എന്ത് ചെയ്യണം തീരുമാനിക്കുക, റിപ്പോ റേറ്റിൽ. ഇതാണ് മേജർ മാൻഡേറ്റ് ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാമല്ലോ റിപ്പോ റേറ്റ് കൂട്ടണോ കുറയ്ക്കണോ ന്യൂട്രലായിട്ട് നിർത്തണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററി പോളിസി സ്റ്റാൻസ് അതാണ് ആരുടെ മാൻഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മാൻഡേറ്റ് എന്നത്. അപ്പോൾ എക്സാം പെർസ്പെക്റ്റീവിൽ എന്താണ് അക്കോമഡേറ്റീവ് അല്ലെങ്കിൽ പ്രോ ഗ്രോത്ത് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി സ്റ്റാൻസ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എക്സാമ്പിൾ അടങ്ങി ഞാൻ കൊടുത്തിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. എന്താണ് ന്യൂട്രൽ എന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഈ പറയുന്ന കൂടെ തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഓരോ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോണം. ആൻഡ് ദെൻ അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഈ പറഞ്ഞ രീതിയിലേക്ക് കോൺട്രാക്ഷൻ അതല്ലെങ്കിൽ ടൈറ്റനിങ് സ്റ്റാൻസ് എന്ന രീതിയിലേക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. 3ൻ്റെയും ഒബ്ജക്റ്റീവ് ഡിഫറൻ്റ് ആണ് കേട്ടോ. ആൻഡ് ദെൻ
ഫ്രീക്വൻസി ഓഫ് ദ മീറ്റിംഗ്. നമുക്കറിയാം ലോ പറയുന്നത്, അതായത് ഇതൊരു സ്റ്റാച്യൂട്ടറി അല്ലേ, സ്റ്റാച്യൂട്ടറി ബോഡിയാണ്. അതുകൊണ്ട് പറയുന്നതാണ് മിനിമം അറ്റ്ലീസ്റ്റ് 4 times പെർ ഇയർ, ഒരു വർഷം മിനിമം 4 മോണിറ്ററി പോളിസി കമ്മിറ്റി കണ്ടക്ട് ചെയ്തിരിക്കണം മീറ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ പക്ഷേ ടിപ്പിക്കലി നമ്മളിപ്പോൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വൺസ് ഇൻ എവറി 2 months മോണിറ്ററി പോളിസി കമ്മിറ്റി നമ്മൾ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് 6 times ഒക്കെ എന്ത് വരുന്നുണ്ട്, ഈ പറഞ്ഞൊരു മോണിറ്ററി പോളിസിയുടെ ഒരു കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് ഫ്രീക്വൻസി എടുത്ത് നോക്കുകയാണെങ്കിൽ. പക്ഷേ മിനിമം 4 വേണമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ വൺസ് ഇൻ എവറി 2 months അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് മീറ്റിംഗ്, 6 വരെയൊക്കെ വരുന്നുണ്ട് പെർ ഇയർ എന്നുള്ളതാണ്. ഓക്കെ, ലീഗൽ ബേസിസ് അവിടെ എടുത്ത് നോക്കുക. ഏതാണ് സെക്ഷൻ? 45CB ആണ് സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻസ് ആക്ട് ആണ്. ഏത് വർഷത്തെ ഫിനാൻസ് ആക്ട്? 2016. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1934 നമ്മൾ അമെൻഡ് ചെയ്തിട്ടാണ് ഫിനാൻസ് ആക്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ സപ്പോർട്ട്സ് ഇന്ത്യസ് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്, അതാണ് ഫിറ്റ് ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്റൻഷൻ. അതായത് 4++2 or -2 എന്ന് പറഞ്ഞിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ലീഗൽ ബേസ്ഡ് കോൺസെപ്റ്റ് ആയിട്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 2016 വളരെ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഏകദേശം ഒരു 9 years ആയിട്ട് 2025 നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടും. അപ്പോൾ 2016 എന്തുകൊണ്ട് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു? അതായത് അതുവരെ പറഞ്ഞിരുന്നത് യൂണിലാറ്ററലി ഒരാൾ ഒറ്റയ്ക്കായിരുന്നു മോണിറ്ററി പോളിസി റേറ്റ് എടുത്ത് തീരുമാനിച്ചിരുന്ന RBI ഗവർണർ. അത് കുറച്ചുകൂടെ നോൺ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. ക്രെഡിബിലിറ്റി കുറച്ച് കുറവാണോ എന്നൊരു ഡൗട്ടൊക്കെ നമുക്ക് മേ ബി തോന്നാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മിറ്റി വന്ന് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആണ്, കുറച്ചുകൂടെ ഡെമോക്രാറ്റിക് ആണ്, കുറച്ചുകൂടെ അക്കൗണ്ടബിൾ ആണ് എന്ന് മാത്രമല്ല 4 ടാർഗറ്റായിട്ട് വെക്കുകയും ഫിറ്റിൽ ആൻഡ് ദെൻ +2 -2 ബാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 to 6 എന്നൊരു ബാൻഡിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ അതൊരു റൂൾ ബേസ്ഡ് മോണിറ്ററി പോളിസിയാണ്. അപ്പോൾ റൂൾ ബേസ്ഡ് മോണിറ്ററി പോളിസിയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് ഫോളോ ചെയ്യാൻ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫോളോ ചെയ്യാനുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഒരു ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരത് ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സാക്ട്ലി കുറച്ചുകൂടെ മോണിറ്ററി പോളിസിയുടെ ഒരു റിലയബിലിറ്റി ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്യുറസി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് കാരണമാവുന്നതാണ്. ഇൻഫ്ലേഷൻ എക്സ്പ്രഷനെ കറക്റ്റായിട്ട് ആങ്കർ ചെയ്യാൻ സാധിക്കും. മോണിറ്ററി പോളിസിയുടെ ക്രെഡിബിലിറ്റി വളരെ ഉയർത്താൻ സാധിക്കും. ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന പരമായിട്ട് 6 പേര് തീരുമാനിക്കുന്നു, വോട്ടിംഗ് കൊടുക്കുന്നു, കാസ്റ്റിംഗ് വോട്ട് അവിടെ കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ക്രെഡിബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും ബേസിക്കലി. ആൻഡ് അതിനൊരു ഡെമോക്രാറ്റിക് നേച്ചർ അവിടെ വരും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി മോണിറ്ററി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ പറഞ്ഞിരിക്കുന്നത് ഒരു എന്തുകൊണ്ട് ഇന്ത്യയിൽ മോണിറ്ററി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചോദിച്ചാൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഇതായിരുന്നു. കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതിന് വേണ്ടി, ഡെമോക്രാറ്റിക് നേച്ചർ കൊണ്ടുവരുന്നതിന് വേണ്ടി, അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി, റൂൾ ബേസ്ഡ്. എന്താ റൂൾ ബേസ്ഡ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു വന്നു. നമുക്കിപ്പോൾ ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിനെ നമ്മൾ ഫോളോ ചെയ്ത് കറക്റ്റാണ് 4% ഒരു ബാൻഡ് കൊണ്ടുവരുന്നു 2 to 6 അതിൽ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ഓക്കെ, ടൈലേഴ്സ് റൂളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ബേസിക്കലി? അതേപോലെ കറക്റ്റ് റൂൾ ബേസ്ഡ് മോണിറ്ററി പോളിസിയാണ് ഫിറ്റിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അതൊരു ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും സ്ട്രെങ്ത് ചെയ്യുന്നതിനും കാരണമാവുന്നതാണ് ഇന്ത്യൻ മോണിറ്ററി പോളിസി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മേജർ പോയിന്റുകൾ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ട ഒരു മേജർ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ക്ലാസ് കേൾക്കുക, പിന്നീട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, ഷോർട്ട് നോട്ട്സ് കറക്റ്റായിട്ട് എഴുതിയെടുക്കുക, പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനെ ബേസ് ചെയ്ത് പല സമയങ്ങളിൽ പല പോയിന്റിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനിയും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോളാം. ഒരു ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കുക. ക്രോണോളജിക്കൽ ഓർഡർ മുതൽ അതാണ് ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഒരു ബേസിക് ആയിട്ടുള്ള മീനിങ് സ്റ്റാച്യൂട്ടറി ബോഡിയാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ദെൻ അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് എവല്യൂഷൻ മനസ്സിലാക്കുക, കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീനിങ് മനസ്സിലാക്കുക, സ്റ്റാച്യൂട്ടറി ബോഡി എന്തുകൊണ്ടായി എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കുക, ആൻഡ് ദെൻ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് മനസ്സിലാക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂ കുറേ പോയിന്റ് ഞാൻ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള മോണിറ്ററി പോളിസിയുടെ മെമ്പേഴ്സിൻ്റെ ഇന്റേണൽ എക്സ്റ്റേണൽ ഡിവൈഡൻസ് അടക്കം, പേരുകളടക്കം, അവരുടെ റോൾ അടക്കം ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഇവരുടെ വോട്ടിംഗ് മെത്തേഡും കാസ്റ്റിംഗ് വോട്ടിൻ്റെ പോസിബിലിറ്റീസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ടെന്യൂറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാൻഡേറ്റ് എന്താണെന്നുള്ള കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു. അതിൻ്റെ കൂടെ മോണിറ്ററി പോളിസി കോഡോർ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യപ്പെട്ടു. ആൻഡ് ദെൻ അതേപോലെ തന്നെ മോണിറ്ററി പോളിസി സ്റ്റാൻഡ്സ് 3 തരത്തിൽ വരാമെന്ന് നമ്മൾ പഠിച്ചു. ആ 3 കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ള കാര്യങ്ങൾ. മീറ്റിങ്ങിൻ്റെ ഫ്രീക്വൻസി നമ്മൾ നോക്കി, അതിൻ്റെ ലീഗൽ ബേസിസ് നമ്മളോട് നോക്കി, എന്തുകൊണ്ട് മോണിറ്ററി പോളിസി കമ്മിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളോട് നോക്കി, കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എക്സാം പെർസ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും. ഞാൻ ഈ പറഞ്ഞ പല പോയിന്റുകളും പല പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫിറ്റിൻ്റെ ടാർഗറ്റൊക്കെ എത്രയാണെന്നുള്ള പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിവേ നന്നായിട്ട് പഠിക്കുക. ബാക്കി കണ്ടിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. വളരെ ഇമ്പോർട്ടൻറ്റ് സിലബസ് പോർഷനാണ് മോണിറ്ററി പോളിസി. ഒരേപോലെ മാക്രോ എക്കണോമിക്സിലും മണി ആൻഡ് ബാങ്കിങ്ങിലും വരുന്ന സിലബസ് പോർഷനാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ട സിലബസ് പോർഷൻ തന്നെയാണ്. അപ്പം നന്നായിട്ട് പഠിക്കുക. ബാക്കി കണ്ടിട്ട് നമുക്ക് പുറകെ നമുക്ക് കാണാം. ബൈ ബൈ.